ആരാകും മുഖ്യമന്ത്രി? അപ്പോൾ രസകരമായ നമ്മുടെ ആ മൊണ്ടേഷ് അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോൺബനേഗ ക്രോർപതിയുടെ ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, നമ്മുടെ ഇന്നലത്തെ ഡിസിഷൻ പെൻഡിങ് എന്ന് പറയുന്ന ഗ്രാഫിക്സിന് വലിയ പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷക അപ്രിസിയേഷൻ കിട്ടിയതായിരുന്നു. അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഗ്രാഫിക്സ് അനൂപിള്ള, ആശയം മുഹമ്മദ് അൻവർ, കാര്യനിർവഹണം ബിൻഷ അല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ ഗ്രാഫിക്സ് ഇനിയും പ്രേക്ഷകർക്ക് കാണാം. അപ്പൊ ഈ ഒരു ടീമാണ് പ്രേക്ഷകരിലേക്ക് ഈ രസകരമായിട്ടുള്ള ഗ്രാഫിക്സും ഒപ്പം തന്നെ മൊണ്ടാഷുകളും ഒക്കെ. മുഖ്യമന്ത്രി ചർച്ച നീളുകയാണെങ്കിൽ ഐറ്റങ്ങൾ അവിടെ ഗംഭീര സാധനം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി ആരെന്നായി കഴിഞ്ഞാലും അന്യായ സാധനങ്ങളുണ്ട്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കിടുക്കരായ നമ്മുടെ പ്രതിഭാശാലികൾ തയ്യാറാക്കുന്ന ഓരോ ഐറ്റങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഗ്രാഫിക്സ് അവിടെ തയ്യാറാകുമ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കും ഡൽഹിയിൽ നിർണായക ചർച്ചകൾ അല്പസമയത്തിനകം. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും പ്രതികരണങ്ങൾ. ആ പ്രതികരണം കേൾക്കാം. No, meetings timing is not scheduled. ഇവിടെ ഇന്നലെ പ്രസിഡന്റ് വന്നപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം പോലെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. സ്വീകരണമാണോ കിട്ടിയത്? ബൽറാം നെടുങ്ങാടി, അർജുൻ പി താമ്പരൻ, ആർ ശ്രീത്ത് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ബൽറാമിലേക്ക് തന്നെ പോകുന്നു. ബൽറാം, ഈ കേരള ഹൗസ് കേന്ദ്രീകരിച്ച് കേരളത്തിൽ നടക്കുന്ന അത്തരം ചർച്ചകൾ ഇത്രത്തോളം ഉദ്വേഗഭരിതമായി വീണ്ടും മാധ്യമപ്പട തമ്പടിക്കുന്ന കാഴ്ചകൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അതവിടെ സംഭവിക്കുന്നത്. അത് വേറെ കാര്യം. ഇന്ന് അവിടെ നടക്കാനിടയുള്ള ചർച്ചകൾ എന്താണ് ബൽറാം? ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇടയുണ്ടോ? ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നാളത്തേക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ചർച്ച മാധ്യമങ്ങൾ കേരള ഹൗസിൽ തമ്പടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃയോഗം സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രത്തോളം ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് ഡൽഹി കേരള ഹൗസിലെ കോൺഗ്രസ് രാഷ്ട്രീയം എത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം ആ തീരുമാനം ഇപ്പോഴും, അല്ലെങ്കിൽ രാജ്യം കാത്തിരിക്കുന്ന ആ തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇന്നാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് തീരുമാനിക്കാനുള്ള നിർണായകമായ യോഗങ്ങൾ, കൂടിക്കാഴ്ചകൾ എന്നിവ നടക്കാനിരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുക. ഈ കൂടിക്കാഴ്ചയ്ക്കായി വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നീ 3 നേതാക്കൾ കേരള ഹൗസിൽ ഉണ്ട്. ഇവർ എന്നാൽ മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെയും. നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഈ ഡൽഹി സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ കേരളത്തിൽ കണ്ട മുദ്രാവാക്യം വിളികളും പോസ്റ്റർ യുദ്ധങ്ങളും ഡൽഹിയിലും കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയായി ഈ നേതാക്കൾ എത്തുന്ന ഘട്ടത്തിൽ കണ്ടിരുന്നു. അത്തരം പരസ്യമായ പിന്തുണ പ്രഖ്യാപനത്തോട് അല്ലെങ്കിൽ അണികളുടെ തെരുവ് യുദ്ധത്തോട് AICC നേതൃത്വത്തിന് കൃത്യമായി തന്നെ എതിർപ്പുണ്ട്. ഇന്നത്തെ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം നേരിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്ന് തീരുമാനിച്ചിരുന്നു. അത് ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇന്ന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളിലും രാഹുൽ പങ്കെടുക്കേണ്ടതുണ്ട്. രാഹുൽ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഈ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ സമയക്രമം ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ തമിഴ്നാട്ടിലേക്ക് പോയേക്കില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചർച്ചകൾ നടക്കും. മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഈ 3 നേതാക്കളുമായി ചർച്ചകൾ നടത്തും. അതിനുശേഷം ഇവരെ ഒന്നിച്ചിരുത്തി പിന്നീട് ഒരു ധാരണയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സമവായം രൂപീകരിക്കപ്പെട്ടാൽ ഇന്ന് തന്നെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കും. അല്ലാത്ത പക്ഷം AICC നേതൃത്വം ഒരു യോഗം ചേർന്നുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തുകയായിരിക്കും. അങ്ങനെയെങ്കിൽ അത് നാളെ മാത്രമായിരിക്കും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് തന്നെ ഇല്ല എന്ന് വി.ഡി. സതീശൻ
ചെന്നിത്തലയുടെ പക്ഷത്തിന്റെ ഒരു നിലപാട് നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിനും അതേ നിലപാട് തന്നെയാണ് ഉള്ളത്. നിലവിലെ 3 പേരിൽ ഏറ്റവും മുതിർന്ന നേതാവ്, സീനിയോറിറ്റിയിൽ മുന്നിൽ രമേശ് ചെന്നിത്തലയാണ്. MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഭരണ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കൾ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ ഉൾപ്പെടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് രമേശ് ചെന്നിത്തല പക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് സൂചനകൾ. എന്തായാലും ഈ AICC നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സങ്കീർണമാണ് കേരളത്തിലെ സാഹചര്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിലവിൽ ഈ വലിയ വിജയം നേടി അതിന്റെ മാറ്റു കുറയ്ക്കുന്ന തരത്തിലുള്ള തെരുവ് യുദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിന് മുമ്പായി തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് AICC നേതാക്കളുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ആ കാര്യത്തിൽ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടെ ഈ ചർച്ചകളുടെ സമയക്രമം സംബന്ധിച്ചൊരു തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.